വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം നമ്മുടെ ഈ അമലുകളെല്ലാം തൂക്കി നോക്കപ്പെടുക തന്നെ ചെയ്യും. അമൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ വർത്താനം അതിൽപ്പെട്ടു, നമ്മൾ പറഞ്ഞ വാക്കുകൾ അതിൽപ്പെട്ടു. ഇന്ന് നമ്മൾ പറഞ്ഞ വാക്ക് ശക്തമായ നിലയിൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിപ്പിച്ചതിന്റെ അളവനുസരിച്ചിട്ട് നാളെ പരലോകത്ത് നമ്മളുടെ ഈ അമലിനെ തൂക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ വേറൊരാളെ കുറിച്ചിട്ട് ഗീബത്ത് പറയുമ്പോൾ, എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നിന്റെ സഹോദരനെ കുറിച്ചിട്ട് അവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നീ അവനെ കുറിച്ച് പറയുക, അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അതത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും ഗീബത്താണ്. ഗീബത്ത് വൻപാപമാണ്. വൻപാപമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞതാണ്. നിന്റെ സഹോദരന്റെ മാംസം കഴിക്കുന്നതിന് സമമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്ന് നമ്മളിൽ പല ആളുകൾക്കും അറ്റാക്ക് വർദ്ധിക്കുകയാണ്. എന്താ അറ്റാക്കിന്റെ കാരണം? കൊളസ്ട്രോൾ കൂടിയതാണ്. എന്താ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം? മീറ്റും ഫാറ്റും അധികം കഴിച്ചതാണ്. ഫാറ്റും മീറ്റും അധികം കഴിക്കുന്നത് കൊണ്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടാണ് അറ്റാക്ക് വർദ്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായം നോമ്പെടുത്തിരുന്നു കൊണ്ട് ഈ തലീമിന്റെ സദസ്സിൽ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കണം. നമ്മൾ കഴിക്കുന്ന മീറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫാറ്റ് ഉള്ളത് ബീഫാണ്, മട്ടനാണ് എന്ന് പറയുമ്പോൾ ഒന്ന് തിരുത്തണം. അതിനേക്കാളും ഫാറ്റ്, അതിനേക്കാളും അപകടകാരി എന്റെ സ്വന്തം സഹോദരന്റെയും സഹോദരിയുടെയും പച്ച മാംസം തിന്നലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹുജറാത്തിൽ. മട്ടൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരി, ബീഫ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകാരി നിന്റെ സ്വന്തം സഹോദരന്റെ പച്ച മാംസം തിന്നലാണ് എന്ന് പടച്ചവൻ പറയാം. അതുകൊണ്ട് ഇനി വേണ്ട, ഇനി നിങ്ങൾ ആരും ആ ഇറച്ചി തിന്നണ്ട. അള്ളാഹു പറയാം, ആ ഇറച്ചി ഇനി ഒരിക്കലും നിങ്ങൾ തിന്നണ്ട. നിങ്ങളുടെ നാവ് കൊണ്ട് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഇനി മേൽ നീ പറയരുത്. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ചീത്ത പറയരുത്, കുത്തുവാക്കുകൾ ഉപയോഗിക്കരുത്, അവൻ ഇഷ്ടമല്ലാത്ത ഇരട്ടപ്പേരുകൾ ഇട്ട് വിളിക്കരുത്. ഇതൊക്കെ ഖുർആൻ പറയുന്ന പ്രിയപ്പെട്ടവരെ. സൂറത്ത് ഹുജറാത്തിൽ 1, 2, 3, 4 എണ്ണി നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്ന നിയമങ്ങളാണ്. പാടില്ല, പാടില്ല, പാടില്ല. അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കാൻ, നോക്കിനെ നിയന്ത്രിക്കാൻ, ചിന്തയെ നിയന്ത്രിക്കാൻ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ